ഒരിക്കൽ കൂടെ അവസരം തന്നതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. आज सुबह के समय फिर से परमेश्वर के वचन के साथ आप सबके सामने आने के लिए परमेश्वर ने एक और मौका दिया, इसलिए मैं प्रभु का धन्यवाद देना चाहता हूँ। ആമേൻ. ഇത്രയും സമയം ആ പാട്ടുകളാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധനയിൽ നമ്മളെ നയിച്ച് ആമേൻ ബേബിച്ചൻ ബ്രദറിനും നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. इतना समय तक आराधना में अगुवाई करने वाले बेबीचन अंकल को भी हम धन्यवाद करते हैं। ആമേൻ. നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. आइए हम परमेश्वर के वचन की ओर ध्यान लगाएं। ഇയ്യോബിന്റെ പുസ്തകം അതിന്റെ 42-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. अय्यूब का लिखा हुआ पुस्तक उसका 42 अध्याय का 5वां वचन हम पढ़ेंगे। ആരെങ്കിലും ഒരാള് മലയാളത്തിൽ നിന്ന് വായിച്ച് സഹായിക്കണേ. ജോബ് ചാപ്റ്റർ 42 വേഴ്സ് 5. ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. यहाँ पे इस प्रकार लिखा है, मैंने कानों से तेरा समाचार सुना था, परंतु अब मेरी आंखें तुझे देखती हैं। ആമേൻ. ദൈവവചനത്തിൽ നാം ഇവിടെ കാണുന്നത് ഇയ്യോബ് ആമേൻ തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ആമേൻ ഈ ഇയ്യോബിന്റെ ഈ പുസ്തകത്തിന്റെ അവസാനത്തെ അധ്യായങ്ങളിൽ ആമേൻ എഴുതുന്നത്, ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. यहाँ पे इस प्रकार हम देख सकते हैं, ये अय्यूब की लिखी हुई आखिरी किताबों में इस प्रकार अय्यूब लिखता है, मैंने कानों से तेरा समाचार सुना था, परंतु अब मेरी आंखें तुझे देखती हैं। നമുക്ക് ഇയ്യോബിനെ പറ്റി ആമേൻ ഈ പുസ്തകത്തിൽ നമുക്ക് ആമേൻ പല കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. इस पुस्तक में हम अय्यूब के बारे में बहुत सी बातों को देख सकते हैं। ആമേൻ. അതിന്റെ 1-ാമത്തെ അധ്യായം നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ അവിടെ ദൈവമായ കർത്താവ് ഇയ്യോബിനെ പറ്റി ആമേൻ സാക്ഷീകരിക്കുന്ന വാക്കുകൾ നമുക്ക് വായിച്ചാൽ നമുക്ക് മനസ്സിലാകാം. हम अय्यूब की पहली किताब से जब पढ़ते हैं तो हम देख सकते हैं वहां पर परमेश्वर किस प्रकार अय्यूब के बारे में गवाही देता है। ആമേൻ. ദൈവവചനം പറയുന്നത് അവൻ നേരുള്ളവനായിരുന്നു, അവൻ ദൈവത്തെ ഭയക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, ദോഷം വിട്ട് അകലുന്ന ഒരു വ്യക്തിയുമായിരുന്നു. यहाँ पे हम देख सकते हैं कि परमेश्वर उसको इस प्रकार गवाही देता है कि वो एक खरा मनुष्य, सीधा और परमेश्वर का भय मानने वाला मनुष्य था। ആമേൻ. ഇയ്യോബിന്റെ ജീവിതത്തിൽ നാം കാണുമ്പോൾ ദൈവത്തെ അറിഞ്ഞ ഇയ്യോബ്, ദൈവത്തെ കേട്ട് അറിഞ്ഞ ഇയ്യോബ് ദൈവത്തെ കുറിച്ച് ആമേൻ ഒരു കേൾവി മാത്രം കേട്ടപ്പോൾ ദൈവത്തിന് വേണ്ടി തന്റെ ജീവിതം മുഴുവനായി സമർപ്പിക്കുകയുണ്ടായി. हम यहाँ पे देख सकते हैं कि जिस अय्यूब ने जो सिर्फ परमेश्वर के बारे में सुना था, सुनने के बावजूद भी उसने अपने जीवन को परमेश्वर के हाथों में किस प्रकार समर्पित किया। ദൈവത്തിനായി ഒരു ആമേൻ നേരായുള്ള ജീവിതം നയിക്കുവാൻ, ദൈവത്തിന് വേണ്ടി ആമേൻ സകലം വിട്ട് ദോഷം വിട്ട് നേരുള്ള ഒരു ജീവിതം ജീവിക്കുവാനായി ദൈവത്തിന്റെ സന്നിധിയിൽ ഇയ്യോബ് തന്നെ സമർപ്പിക്കുകയുണ്ടായി. अय्यूब जो है परमेश्वर के लिए सही रास्ते में चलने वाला, हर बुराइयों को छोड़कर परमेश्वर की इच्छा के अनुसार चलने वाला एक व्यक्ति था। ഇയ്യോബ് തന്റെ ജീവിതം മാത്രമല്ല തന്റെ കുടുംബത്തിൽ തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ആമേൻ ദൈവസന്നിധിയിൽ യാഗം കഴിക്കുന്നവനായിരുന്നെന്ന് ആ 1-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ മനസ്സിലാക്കാം. अय्यूब की पहली किताबों में जब हम पढ़ते हैं तो हम देख सकते हैं अय्यूब सिर्फ अपने लिए ही नहीं बल्कि अपने बच्चों के लिए भी परमेश्वर के सामने बलिदान चढ़ाता था। ആമേൻ. അതിന് 5-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ആമേൻ വായിക്കുന്നത്, ആമേൻ വെളുപ്പിനെ എഴുന്നേറ്റ് തന്റെ കുഞ്ഞുങ്ങളുടെ ആമേൻ എണ്ണമനുസരിച്ച് ഹോമയാഗം നടത്തുന്ന ഒരു ആമേൻ വ്യക്തിയായിരുന്നു അയ്യോബ്. अय्यूब के 5वें लिखे हुए अध्याय में जब हम पढ़ेंगे तो हम देख सकते हैं कि अय्यूब किस प्रकार सुबह उठकर अपने बच्चों के गिनती के अनुसार परमेश्वर के सामने होम बलि चढ़ाता था। ആമേൻ. അത് കഴിഞ്ഞ് നമ്മൾ വായിക്കുമ്പോൾ ആമേൻ കാണുവാൻ കഴിയുന്നത് ഇയ്യോബിന്റെ ജീവിതത്തിൽ ആമേൻ താൻ പ്രതീക്ഷിക്കാത്ത ഒരു ആമേൻ വലിയൊരു സംഭവമാണ് ആമേൻ അവിടെ
മുന്നോട്ടുള്ള വാക്യത്തിൽ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. जब हम आगे के वचनों को पढ़ते हैं तो हम इस प्रकार देख सकते हैं कि अय्यूब की जिंदगी में इस प्रकार एक घटनाएं हुई जो कभी भी उसने सोचा नहीं था। പ്രൈസ് ദി ലോർഡ്. എന്നാലും ആ ദൈവത്തെ ത്യജിച്ചു പറയുവാനോ ദൈവത്തെ വിട്ടിട്ട് തന്റെ സ്വന്തം മാർഗത്തിൽ പോകുവാനോ ഈ യോബ് തീരുമാനിച്ചില്ല. इतना सब कुछ होने के बावजूद भी अय्यूब जो है कभी भी परमेश्वर के विरोध में बोला नहीं, कभी भी परमेश्वर के बिना उसने अपने जीवन को नहीं निभाया। പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിൽ നാം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് യോബ് തന്റെ ഈ നഷ്ടത്തെ കുറിച്ച് ദൈവസന്നിധിയിൽ പറയുന്നത് ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം മഹത്വം ഉണ്ടാകട്ടെ. जब अय्यूब के जीवन में इतनी घटनाएं हुई तो अय्यूब इस प्रकार बोलता है कि परमेश्वर ने दिया, परमेश्वर ने लिया, परमेश्वर के नाम की महिमा हो। പ്രൈസ് ദി ലോർഡ്. ഇനി പ്രഭാത സമയത്ത് ദൈവമക്കളെ നാം ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ നാം ഈ ദൈവത്തെ കുറിച്ച് അറിഞ്ഞ് ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതം എപ്രകാരമാണെന്ന് നാം നമ്മളെ തന്നെ പരിശോധിച്ച് നോക്കേണ്ട ആവശ്യമുണ്ട്. परमेश्वर के लोगों, हम सब लोग जो परमेश्वर को अनुभव करते, हमारे जीवन में जब ऐसा होगा तो हम किस प्रकार अपने जीवन को जांचेंगे। യോബ് 42 അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഞാൻ നിന്നെ കുറിച്ച് ഒരു കേട്ട് അറിഞ്ഞ ഒരു അവസരമേ ഉണ്ടായിരുന്നുള്ളൂ. हमने जिस प्रकार पढ़ा 42 अध्याय के 5वें वचन में, मैंने सिर्फ कानों से तेरा समाचार सुना था। ഈ കേട്ട് അറിഞ്ഞ ഈ യോബ് ദൈവത്തിന് വേണ്ടി എത്രമാത്രം തീഷ്ണതയോടെ, ദൈവത്തിന് വേണ്ടി എത്രമാത്രം സമർപ്പണത്തോട് ജീവിച്ച വ്യക്തിയാണെന്ന് നാം യോബിന്റെ ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. हम अगर इस अय्यूब की किताब को पढ़ेंगे, जो अय्यूब ने जिसने सिर्फ परमेश्वर के बारे में सुना था, उसने किस प्रकार उत्साह के साथ परमेश्वर के लिए अपना जीवन जिया। അയ്യോബിന്റെ ജീവിതത്തിൽ നമ്മൾക്ക് കാണുന്നത് തന്റെ സ്വന്തം ഭാര്യ തന്നെ പരിഹസിക്കുമ്പോഴും തന്റെ കൂട്ടുകാര് ആശ്വസിപ്പിക്കാൻ വന്ന കൂട്ടുകാർ അവന്റെ മേലുള്ള ദോഷങ്ങളെല്ലാം ഇടുമ്പോഴും യോബ് ദൈവത്തെ ത്യജിച്ചു പറയുവാൻ തീരുമാനിച്ചില്ല. लेकिन हम जब इस किताब को पढ़ते हैं, हम देख सकते हैं अय्यूब की पत्नी भी उसके विरोध में बोलती है, और जो उसके मित्र लोग थे जिनको आश्वासन देना चाहिए, वो भी जब उस पे दोष लगाते हैं, लेकिन फिर भी अय्यूब परमेश्वर के खिलाफ नहीं बोलता। ഇനി പ്രഭാത സമയത്ത് കർത്താവിന്റെ ദൈവസന്നിധിയിൽ കടന്നു വരാൻ നമുക്ക് ഓരോരുത്തർക്കും കാരണമായത് നാം എപ്പോഴെങ്കിലും ഈ ദൈവത്തെ കുറിച്ച് ഒന്ന് കേൾവി ഒരു കേട്ട് അറിഞ്ഞൊരു അവസരങ്ങളാണ് നാം ദൈവത്തെ അറിയുവാൻ സാധിച്ചിട്ടുള്ളത്. आज सुबह के समय जो हम सब परमेश्वर की उपस्थिति में बैठे हैं, हम में से हर एक ने परमेश्वर के बारे में सुनकर अनुभव किया है। എന്നാൽ ദൈവസന്നിധിയിൽ യോബിന് ഒരു ആശ്വാസം അല്ലെ ഒരു പ്രോത്സാഹനം നമുക്ക് തരുവാൻ സാധിക്കുന്നത് യോബ് പറയുന്നത് ഞാൻ ഇപ്പോൾ നിന്നെ കണ്ണാൽ കാണുന്നു. लेकिन यहाँ पे हम देख सकते हैं कि अय्यूब किस प्रकार हमें सांत्वना देता है, हमें किस प्रकार प्रोत्साहन करता है कि परंतु अब मेरी आंखें तुझे देखती है। ദൈവമക്കളെ, നാം ആ ദൈവത്തെ കുറിച്ച് കേട്ടറിഞ്ഞവർ മാത്രമായി ഇരിക്കല്ലേ, നാം ആ ദൈവത്തെ ദിനംതോറും കണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടേണ്ട ആവശ്യമുണ്ട്. परमेश्वर के लोगों, हम सिर्फ परमेश्वर के बारे में सुनना ही नहीं, बल्कि हर एक दिन अपनी आंखों से देखकर अपने जीवन को परमेश्वर के हाथों में समर्पित करना जरूरी है। യേശു കർത്താവിന്റെ ശിഷ്യനായിരിക്കുന്ന പത്രോസിന്റെ ജീവിതത്തിൽ നാം കാണുമ്പോൾ ഇതേ ഒരു അനുഭവം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. परमेश्वर के पुस्तक बाइबल में पतरस के बारे में जब हम देखते हैं तो उसके जीवन में भी इसी प्रकार का एक अनुभव हम देख सकते हैं। കേട്ട് അറിഞ്ഞ പത്രോസും ദൈവത്തെ അനുഭവിച്ച പത്രോസിനെയും നാം വചനത്തിൽ തുലനം ചെയ്യുമ്പോൾ നാം അവിടെ ഒരു വലിയ വ്യത്യാസം നമുക്ക് കാണുവാൻ സാധിക്കും. हम पतरस के जीवन में देख सकते हैं कि जब उसने सुना था और जब उसने अनुभव किया, उन दोनों में किस प्रकार का बदलाहट है। യോഹന്നാൻ എഴുതിയ
ആമേൻ സുവിശേഷം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 40-41 വാക്യങ്ങൾ ആമേൻ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആമേൻ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് ആമേൻ പത്രസിന്റെ സഹോദരനായ അന്ത്രിയാസ് ഓടി വന്ന് പത്രസിനെ യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞ് ആമേൻ മനസ്സിലാക്കി കൊടുക്കുകയാണ്. यूहन्ना की किताब में जब हम पहले अध्याय के 40 से लेकर जब हम पढ़ते हैं तो हम वहां पे देख सकते हैं कि पतरस का भाई अंद्रियुस किस प्रकार यीशु के बारे में सुनकर उसके पास आकर बताता है। ആമേൻ അതിന്റെ 41-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ആമേൻ അന്ത്രിയാസ് പത്രസിന്റെ ആമേൻ അടുത്ത് ഓടി വന്നിട്ട് പറയുവാണ്, ഞങ്ങള് ആ കർത്താവിനെ ആ മഷിയായെ കണ്ടെത്തിയിരിക്കുന്നു. हम इसमें पढ़ सकते हैं कि उसके 41 में इस प्रकार लिखा है, किस प्रकार अंद्रियुस आकर अपने भाई से बोलता है कि हमने उस मसीह को देखा, हमने उनसे मिला। ആമേൻ ഈ കേട്ട സന്ദേശം ആമേൻ ഒന്ന് സത്യമാണോ എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി പത്രോസും അന്ത്രിയാസിന്റെ കൂടെ യേശു കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു പോവുകയാണ്. पतरस जो ये समाचार जो सुना उसने वो सच है कर देखने के लिए वो भी अपने भाई के साथ यीशु के पास मिलने गया। ആമേൻ ഹല്ലേലൂയ. അതിന്റെ 42-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വായിക്കാൻ സാധിക്കുന്നത് ആമേൻ യേശു ആമേൻ പത്രസിനെ കണ്ടപ്പോൾ ആമേൻ ശിമോൻ പുത്രനായ ആമേൻ യോഹന്നാന്റെ പുത്രനായ ശിമോനെ ആമേൻ നീ കേഫ ആകുന്നു, ആമേൻ നിന്നെ ആമേൻ പാറയെന്ന് അറിയപ്പെടും അല്ലെ വിളിക്കപ്പെടും. यहाँ पर 42 वचन में इस प्रकार जब पतरस यीशु से मिलने जाता है तो यीशु उस पर दृष्टि करके कहता है, तू यूहन्ना का पुत्र शामोन है, तू कैफा अर्थात पतरस कहलाएगा। Praise the Lord. Hallelujah. ദൈവത്തെ കുറിച്ച് ആമേൻ അറിഞ്ഞ ഒരു പത്രോസിന്റെ ജീവിതത്തിലെ ആമേൻ അനുഭവങ്ങളും ദൈവത്തെ ആമേൻ കണ്ട ഒരു ആമേൻ പത്രോസിന്റെ അനുഭവങ്ങളിനകത്തുള്ള വലിയ വ്യത്യാസം നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. यहाँ पे हम देख सकते हैं पतरस का जीवन, जिसने सिर्फ यीशु के बारे में सुना था और जब उसने यीशु को जान लिया तो किस प्रकार उसका जीवन बदल गया। ആമേൻ പത്രോസിന് യേശു കർത്താവിനെ അധികമായി മനസ്സിലാക്കുവാനോ കാണുവാനോ അനുഭവിച്ചറിയുവാനോ ആമേൻ ആദ്യം നിമിഷങ്ങള് സാധിച്ചിട്ടില്ലായിരുന്നു. पतरस को शुरुआत में यीशु मसीह को जानने के लिए गहराई से उसे अनुभव करने का एक मौका नहीं मिला था। ആമേൻ നാം നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെ കുറിച്ച് കേൾക്കുമ്പോഴും അറിയുമ്പോഴും നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടേണ്ടത് ആവശ്യമാണെന്ന് ദൈവവചനം നമ്മളെ ആമേൻ ഓർത്തുണർത്തുന്ന ആമേൻ നിമിഷങ്ങളാണ്. परमेश्वर का वचन हमें सिखाता है कि जब हम परमेश्वर का वचन सुनते हैं और जब गहराई से उसे अनुभव करते हैं तो हमारा जीवन भी उसी के अनुसार समर्पित होना चाहिए। ആമേൻ ദൈവമായ കർത്താവ് പത്രോസിനെ ആമേൻ ദൈവത്തിന്റെ ആമേൻ ശിഷ്യത്തിലേക്ക് വിളിച്ചിട്ടും ആമേൻ നാം അവിടെ ആമേൻ മുന്നോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് അവരുടെ ആമേൻ മീൻ പിടിക്കുന്ന ആമേൻ വ്യവസായം വിട്ടിട്ട് മുഴുവനായി ദൈവത്തെ അനുഗമിക്കുവാൻ തീരുമാനിച്ചിട്ടില്ലായിരുന്നു. हम जब उस आगे अध्यायों को पढ़ते तो हम देख सकते हैं कि जब यीशु मसीह ने पतरस को अपना शिष्य के लिए बुलाया तो भी वो अपने कामों को छोड़कर पूरी तरह से नहीं आ पाए थे। Praise the Lord. പ്രിയമുള്ളവരെ, നാം ദൈവത്തെ ആമേൻ അറിഞ്ഞിട്ടും നാം ദൈവത്തെ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടും പലപ്പോഴും നമ്മുടെ ജീവിതവും ഇങ്ങനാണല്ലോ. ആമേൻ നാം വേണ്ടിയവണ്ണം ആമേൻ വിടേണ്ടതിനെ വിട്ട് ദൈവത്തെ പിൻപറ്റുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? परमेश्वर के लोगों, हमारा भी जीवन इस प्रकार है, जब हम परमेश्वर को जानकर अनुभव करते हैं तो कई बार हम भी जो चीज छोड़ना चाहिए वो छोड़ नहीं पाते हैं। ആമേൻ ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 5-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത് ആമേൻ യേശു കർത്താവ് ആമേൻ പത്രോസിന്റെ പടകിന്റെ അടുക്കലേക്ക് കടന്നു വരുന്ന ഒരു അനുഭവങ്ങളാണ്. हम लूका की किताब में जब हम पढ़ते हैं तो उसके 5वें अध्याय में इस प्रकार हम देख सकते हैं, यीशु मसीह पतरस के नाव की ओर आता है। ആമേൻ അതിന് 1 മുതൽ 10 വാക്യങ്ങള് കാണുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത് ആമേൻ യേശു കർത്താവ് ആമേൻ പത്രോസിന്റെ അടുത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആമേൻ പത്രോസിന്റെ ആമേൻ ആ പടക് ശൂന്യ അവസ്ഥയിൽ ആമേൻ കാണുവാൻ സാധിക്കുന്നത്. उस अध्याय को जब हम पढ़ते हैं तो वहां पे इस प्रकार हम देख सकते हैं
हैं कि जब यीशु मसीह पतरस की नाव की ओर आता है तो पतरस का नाव खाली था। ആമേൻ, പ്രൈസ് ദി ലോർഡ്. വചനം നാം ആമേൻ ഹല്ലേലൂയ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആമേൻ പത്രോസ് യേശു കർത്താവിനോട് പറയുന്നത്, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും ലഭിച്ചില്ല. जब उसके हम आगे के वचनों को पढ़ते हैं तो हम देख सकते हैं पतरस यीशु मसीह से इस प्रकार कहता है कि यीशु, हमने पिछले रात को पूरा मेहनत किया लेकिन हमें कुछ नहीं मिला। പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് പറയുന്നത്, ആമേൻ ഹല്ലേലൂയ, ആമേൻ, പടകിന്റെ ആമേൻ വലതുഭാഗത്തേക്ക് വല വീശുക. ആമേൻ. എന്നിട്ട് ആമേൻ പത്രോസിന്റെ ആമേൻ റെസ്പോൺസ് എന്തുവാണ്? ആമേൻ, നിന്റെ വാക്കിനാൽ ഞങ്ങൾ വല ഇറക്കാം. तभी यीशु मसीह उससे बोलता है कि तो अपने जाल को दाएं और बिछाकर मछलियों को पकड़। वहां पे हम देख सकते हैं कि पतरस किस प्रकार यीशु मसीह की बातों को मानता है। Praise the Lord. Hallelujah. ആമേൻ. അതിന്റെ മുന്നോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, യേശു കർത്താവിന്റെ വാക്കിൽ വലയിറക്കുവാൻ ആമേൻ തീരുമാനിച്ച് ആ പത്രോസിന്റെ ജീവിതത്തില് ഒരു വലിയ ആമേൻ ആമേൻ മീനിന്റെ കൂട്ടം അവിടെ കാണുവാൻ സാധിക്കുന്നത്. वहां पे हम देख सकते हैं जब यीशु मसीह की बात को सुनकर पतरस ने जाल को फेंका तो किस प्रकार बहुत सी मछलियों को पकड़ने के लिए प्रभु ने उसे सहायता किया। Praise the Lord. Hallelujah. കേട്ട് അറിഞ്ഞ പത്രോസ് ആമേൻ ദൈവത്തെ ഇപ്പോൾ ആമേൻ സ്വന്തം കണ്ണാൽ കണ്ട് അനുഭവിച്ചറിയുവാൻ തുടങ്ങുകയാണ്. जिस पतरस ने सिर्फ यीशु मसीह के बारे में सुना था, अभी उसने अपनी आंखों के सामने देखकर यीशु को अनुभव किया है। ദൈവത്തെ കാണുവാൻ മാത്രമല്ല, ദൈവം പറയുന്നത് അനുസരിക്കുവാനും നാം തയ്യാറാകുകയാണെങ്കിൽ ആമേൻ ആ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ നാം നമ്മുടെ ജീവിതത്തിലും അനുഭവിച്ചറിയുവാൻ സാധിക്കും. यीशु मसीह को सिर्फ देखना ही नहीं, यीशु मसीह की बातों को जब हम सुनते हैं तो हमारे जीवन में परमेश्वर के बहुत बड़े कामों को हम देख सकते हैं। ആമേൻ. ഇവിടെ ആമേൻ പത്രോസിനെ ആമേൻ നമ്മൾ നോക്കുകയാണെങ്കിൽ പല വർഷങ്ങളാൽ ആമേൻ ഈ വ്യവസായത്തിൽ അവർ ആമേൻ ഇൻവോൾവ് ആണ്. അവർക്ക് ഈ കടലും ഈ വലയും ഈ പടകും എല്ലാം നല്ല പരിചിതമായ ഒരു അവസരമാണ്. എന്നിട്ടും യേശു കർത്താവിന്റെ വാക്കുകളെ അനുസരിക്കുവാൻ അവർ തയ്യാറായി. हम यहाँ पे देख सकते हैं कि पतरस बहुत सालों से काम करने वाला एक काम था, मछली पकड़ना। उसको झील, पानी, इन सब से अच्छे से मालूम था, लेकिन फिर भी उसने यीशु मसीह की बातों को सुनकर अपने जाल को फैलाया। Praise the Lord. Hallelujah. ഇനി പ്രഭാത സമയത്ത് നാം നമ്മുടെ ജീവിതത്തിലെ ആമേൻ നമ്മുടെ അവസ്ഥകൾക്ക് നമുക്ക് ചിലപ്പോൾ നമ്മുടെ അവസ്ഥകളെ നന്നായി അറിയായിരിക്കും, നമ്മുടെ കുടുംബത്തെ അറിയായിരിക്കും, നമ്മുടെ ആമേൻ കൂട്ടുവിശ്വാസികളെ അറിയായിരിക്കും. എന്നാൽ ദൈവമായ കർത്താവ് പറയുന്നത് ആമേൻ നാം അനുസരിക്കുവാനായി അങ്ങനെ തന്നെ ചെയ്യുവാനായി തയ്യാറാകുകയാണെങ്കിൽ ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിലും നാം കണ്ട് അനുഭവിച്ചറിയുവാൻ സാധിക്കും. हो सकता है कि हमारे जीवन में भी हमारी परिस्थितियों को, हमारे परिवार को, हमारे विश्वासियों को हम अच्छे से जानते रहेंगे, लेकिन जब परमेश्वर बोलता है और जब उसकी उस बोली को हम सुनते हैं तो परमेश्वर अपने बड़े बड़े कामों को हमारे जीवन में कर सकता है। ആമേൻ. അതിന്റെ 8ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ പത്രോസ് അവിടെ പറയുന്നത്, നാഥാ, ആമേൻ, ഞാൻ പാപിയായ മനുഷ്യനാകുന്നു, എന്നടുക്കൽ നിന്ന് നീ ആമേൻ മാറി പോകുവാനാണ് അവിടെ പറയുന്നത്. वहां के आगे के वचनों में जब हम पढ़ते हैं तो पतरस इस प्रकार यीशु से बोलता है कि हे प्रभु, मैं बहुत बड़ा पापी हूँ, मेरे पास से दूर हो जा। Praise the Lord. Hallelujah. ദൈവത്തെ ആമേൻ കേട്ട പത്രോസ് ദൈവത്തെ അനുഭവിച്ചറിയുവാൻ തുടങ്ങിയപ്പോൾ തന്റെ സ്വന്തമായ ജീവിതത്തിലെ അവസ്ഥകള് താൻ മനസ്സിലാക്കുവാൻ തുടങ്ങി. यहाँ पर जो पतरस, जिसने सिर्फ यीशु मसीह के बारे में सुना था, अभी जब उसने यीशु को अपने जीवन में अनुभव किया तो उसे अपने पाप के बारे में समझ आया। ആമേൻ. ദൈവമായ കർത്താവിനെ നാം അധികമായി അനുഭവിച്ചറിയുമ്പോൾ ആമേൻ അടുത്തറിയുവാൻ സാധിക്കുന്നത്
ആമേൻ നമ്മുടെ ജീവിതത്തിലെ ഒരു ആമേൻ ധന്യമായ അവസരങ്ങളാണ് പ്രിയമുള്ളവരെ. हम जब अपने जीवन में परमेश्वर को और भी गहराई से जब हम जानते हैं तो हमारे जीवन में वो एक आशीष का कारण है। ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, ദൈവത്തെ അധികമായി അടുത്തറിയുന്ന ആമേൻ നിമിഷങ്ങളിലാണ് നമ്മുടെ ജീവിതത്തിലെ തെറ്റുകളെയും കുറവുകളെയും പാപപ്രവർത്തികളെയും നാം തിരിച്ചറിയുവാൻ സാധ്യമാകുന്നത്. जब हम परमेश्वर को अपने जीवन में गहराई से और भी निकट से जब हम अनुभव करते जानते हैं तो हमारे जीवन में जो भी बुराइयां हैं, जो भी पाप है, हमें पता चलता है। ആമേൻ, ആമേൻ. പത്രോസിന്റെ ജീവിതത്തില് ആമേൻ, ഹല്ലേലൂയ, ആമേൻ, വെളിയിലുള്ള ഒരു മാനസാന്തരം മാത്രമല്ല, ആമേൻ, ഹൃദയത്തിനകത്തൂന്ന് ഒരു ആമേൻ മാനസാന്തരത്തിന്റെ അവസ്ഥകളെയാണ് ആ 8ാമത്തെ വാക്യത്തിൽ പത്രോസ് യേശു കർത്താവിനോട് പറഞ്ഞു മനസ്സിലാക്കുന്നത്. यहाँ पर हम 5 के 8 वचन में इस प्रकार देख सकते हैं कि पतरस का सिर्फ बाहर का जीवन नहीं बल्कि उसके अंदर के जीवन में भी किस प्रकार एक मन फिराव का अनुभव आता है। Praise the Lord, പ്രിയമുള്ളവരെ, നാം ആമേൻ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ആമേൻ ദൈവസന്നിധിയിൽ ആമേൻ ആയിരിക്കുന്ന നിമിഷം മുതൽ ആമേൻ നാം ദൈവത്തെ അധികമായി ആമേൻ വ്യക്തിപരമായി അനുഭവിച്ചറിയേണ്ടത് വലിയ അത്യാവശ്യമുള്ള ആമേൻ ഒരു കാര്യമാണ്. परमेश्वर के लोगों, जब हम प्रभु की उपस्थिति में आते हैं तो हम हमारे जीवन में परमेश्वर को बहुत ही गहराई से, निकट से और व्यक्तिगत रूप से हमें जानना जरूरी है। ഹല്ലേലൂയ. ഇവിടെ പത്രോസ് പറയുന്നത്, യേശു കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാണ്. यहाँ पे हम देख सकते हैं पतरस कहता है, हे प्रभु, मैं एक पापी मनुष्य हूँ। യേശു കർത്താവ് അവിടെ പത്രോസിനോട് ആമേൻ ഒന്നും സ്പെഷ്യലായി അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധ്യമല്ല. ആമേൻ, ആമേൻ, നീ പാപിയാണ്, നീ മനം തിരിയേണ്ട ആവശ്യമാണ്, ഒന്നും പറഞ്ഞിട്ടില്ല. യേശുവിനെ അനുഭവിച്ചറിഞ്ഞപ്പോൾ, യേശുവിനെ കാണാൻ തുടങ്ങിയപ്പോൾ, കാണാൻ തുടങ്ങിയപ്പോൾ ആമേൻ പത്രോസ് സ്വയം നോക്കുന്ന ആമേൻ അനുഭവത്തിൽ മനസ്സിലാകുവാൻ കഴിയുന്നത് ഞാൻ സത്യമായിട്ട് ഞാൻ ആരാണെന്ന്. यहाँ पर हम देख सकते हैं कि यीशु मसीह पतरस को बोलता नहीं है कि तूने पाप किया है, तू पापी है, लेकिन पतरस जब यहाँ पर यीशु को अपने जीवन में गहराई से अनुभव करता है तो उसको उसका जीवन समझ में आता है कि वो एक पापी मनुष्य है। പ്രിയമുള്ളവരെ, നാം ജീവിതത്തില് ആമേൻ നമ്മുടെ ആമേൻ പല അവസരങ്ങളില് ആമേൻ ദൈവത്തെ ആമേൻ അറിയേണ്ടിയപ്പോൾ അറിയാൻ സാധ്യമല്ലാത്ത ഒരു അവസരങ്ങളിലാണ്, ഒരു ലോകത്താണ് നാം ഇന്ന് ഈ നിമിഷങ്ങളിലായിരിക്കുന്നത്. परमेश्वर के लोगों, हम आज की इस दुनिया में इस प्रकार है कि जिस प्रकार हमें परमेश्वर को जानना चाहिए हम नहीं जान पाते हैं। ആമേൻ, വെളി പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, എല്ലാ ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷെ ഹൃദയത്തിനകത്ത് ആമേൻ ആ ദൈവത്തോടുള്ള ഒരു യഥാർത്ഥമായ ഒരു റിലേഷൻഷിപ്പ് ആമേൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകുവാൻ സാധിക്കുന്നുണ്ടോ? हो सकता है हमारे जीवन में बाहरी रूप से देखेंगे तो हम गीत गाते हैं, वचन पढ़ते हैं, सारे आत्मिक कार्यों में हम आगे हैं, लेकिन हमारे हृदय की गहराई से क्या हम परमेश्वर के निकट हैं? ആമേൻ, ഹല്ലേലൂയ. ഈ പത്രോസ് ആമേൻ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ ആമേൻ തന്നെ ആമേൻ മുഴുവനായി സമർപ്പിക്കുമ്പോഴാണ് ദൈവമായ കർത്താവോട് അവസാനത്തെ വാക്യത്തിൽ പറയുന്നത്, ആമേൻ, നീ ആമേൻ, ഹല്ലേലൂയ, പേടിക്കേണ്ട, ഇനി മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവനായി ഞാൻ നിന്നെ മാറ്റാൻ പോകുകയാണ്. यहाँ पे जब पतरस को अपना सच्चाई जब समझ आता है तो यीशु मसीह उससे इस प्रकार बोलता है कि तू अब मत डर, अब से तू मनुष्यों को जीविता पकड़ा करेगा। എന്നാലും ആമേൻ ഈ പത്രോസിന്റെ ജീവിതത്തിൽ പല നിമിഷങ്ങളില് ആമേൻ, ഹല്ലേലൂയ, ആമേൻ, കുറവുകളും ആമേൻ തെറ്റുകളും ആമേൻ തന്റെ ജീവിതത്തിൽ കൂടെ ആമേൻ സംഭവിക്കുവാനുണ്ടായി. लेकिन हम जब पतरस के जीवन को देखेंगे उसके आगे के जीवन में भी हम देख सकते हैं कि किस प्रकार उसके जीवन में उतार चढ़ाव, किस प्रकार उसके जीवन में गलतियां आई है। ആമേൻ, ദൈവം ഒരു നിമിഷം ആമേൻ ശിഷ്യന്മാർ ആമേൻ പടകിൽ ആമേൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യേശുവിനെ ആമേൻ വെള്ളത്തിൽ കൂടെ നടക്കുന്നത് ആമേൻ പത്രോസ് കണ്ടിട്ട് യേശു കർത്താവിനോട് ചോദിക്കുക, ദൈവമേ, നീ എനിക്ക് അനുമതി തന്നാൽ ഞാനും കൂടെ ആമേൻ ആ വെള്ളത്തിൽ
വെള്ളത്തിൽ നടക്കുവാൻ ആഗ്രഹിക്കുന്നു. एक प्रकार वचन में हम इस प्रकार आगे की जब पढ़ेंगे तो इस प्रकार देख सकते हैं कि जब शिष्य लोग नाव में यात्रा कर रहे थे तो उस समय में यीशु मसीह पानी में चलकर आता है, और पतरस ने जब यीशु को देखा तो पतरस इस प्रकार कहता है कि अगर तू मुझे अनुमति दे तो मैं भी तेरे पास पानी में चलकर आऊंगा। ആമേൻ. മറ്റാരും ആമേൻ കാണാത്ത ഒരു കാര്യമാണ്, അല്ലെ മനസ്സിൽ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് അവിടെ പത്രോസ് ചെയ്യുവാൻ ആമേൻ തീരുമാനിക്കുന്നതും അത് ചെയ്യുവാനായി തുടങ്ങുന്നതും. वहां पर हम देख सकते हैं कि जो किसी ने देखा नहीं और जो किसी ने अनुभव नहीं किया वही पतरस अपने जीवन से करने था। ആമേൻ. യേശു കർത്താവിന്റെ വാക്കുകളെ കേട്ട് ആമേൻ വെള്ളത്തിൽ നടക്കുവാൻ ആമേൻ തുടങ്ങിയ പത്രോസ് ആമേൻ ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആമേൻ മുങ്ങുവാൻ തുടങ്ങി. जब पतरस यीशु मसीह की बातों को सुनकर पतरस पानी में चलने के लिए शुरुआत करता है तो हम देख सकते हैं कि किस प्रकार एक डूबने का अनुभव उसके जीवन में आता है। ആമേൻ. എന്നാൽ ആമേൻ ഈ മുങ്ങുന്ന ആമേൻ ഈ പത്രോസിനെ ആമേൻ മുക്കുവാനായിട്ടല്ല, എന്നാൽ തന്റെ കൈകളെ ആമേൻ 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 താങ്ങി അവനെ അവിടുന്ന് വെളിയിലെടുക്കുന്ന ഒരു കർത്താവിനെയാണ് നാം ആമേൻ വചനത്തിൽ കാണുന്നത്. हम वचन में इस प्रकार पढ़ते हैं कि जब पतरस डूबने वाला था तो यीशु मसीह उसे डुबाने के लिए नहीं बल्कि उसके हाथों को पकड़कर उसमें से बाहर निकालने के लिए प्रभु वहां पे काम करते हैं। പ്രിയമുള്ളവരെ, നാം ദൈവത്തെ ആമേൻ ആമേൻ അനുഭവിച്ചറിഞ്ഞ നിമിഷം മുതൽ ആ ദൈവം നമുക്ക് ആമേൻ എപ്പോഴും ഒരു സഹായകനായി, ഒരു ആമേൻ ആമേൻ രക്ഷകർത്താവായി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടെന്ന് ഉള്ള കാര്യം നാം മറന്നു പോകരുത്. हमें हमेशा याद रखना जरूरी है कि जब से हमने परमेश्वर को अनुभव किया है वो हमारे जीवन में एक सहायक के जैसा, एक रक्षक के जैसा काम करता है। ആമേൻ. മറ്റാരും നമ്മുടെ കൂടെ ആമേൻ കണ്ടെന്ന് വരികയില്ല, എന്നാൽ ആ ദൈവമായ കർത്താവ് നമ്മുടെ അരികിൽ എപ്പോഴും നമ്മളെ സഹായിക്കുവാൻ, നമ്മളെ ആമേൻ മനസ്സിലാക്കി തരുവാൻ എപ്പോഴും നമ്മുടെ ആമേൻ അടുത്ത് ഉണ്ടാകുന്ന ഒരു അവസരമാണ്. हो सकता है हमारी परिस्थितियों में कोई और हमारा साथ ना दे, लेकिन परमेश्वर जो यीशु मसीह है हमेशा हमारे साथ हमें सहायता करने के लिए तैयार रहते ആമേൻ. हैं। നമ്മുടെ ശുശ്രൂഷ മേഖലകളിലും ആമേൻ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ആയിക്കോട്ടെ, ആമേൻ മുങ്ങുന്ന അവസരങ്ങളിലെല്ലാം ആ യേശു മാത്രമേ നമുക്ക് അനുഭവിച്ചറിയുവാനും നമ്മളെ അവിടുന്ന് ആമേൻ ആമേൻ വെളിയിലെടുക്കുവാൻ ആമേൻ സാധ്യമായി അവിടെ നമ്മുടെ മുമ്പിലുള്ള ഉണ്ടാകത്തുള്ളൂ. हो सकता है हमारे जीवन में, हमारी सेवकायों में जब डूबने का अनुभव आता है तब यीशु मसीह ही है जो हमें वहां पर सहायता करता है और उस परिस्थिति में से बाहर लेकर आता है। ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ആമേൻ ഈ ലോകത്തിൽ, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ആമേൻ ഒരുത്തൻ ആമേൻ എന്തേലും ഒരു ആമേൻ തെറ്റ് അല്ലെ എന്തേലും ഒന്ന് മുങ്ങുന്ന ആമേൻ അവസ്ഥകളിലേക്ക് ആയിപ്പോയാൽ അവനെ അധികമായി മുക്കി അങ്ങ് താഴ്ത്തുന്ന അവസ്ഥകളാണ് നാം ആമേൻ നമ്മുടെ ഈ ആത്മീയ ലോകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. आज की दुनिया में हम इस प्रकार देख सकते हैं कि भले ही वो आत्मिक दुनिया क्यों ना हो, कोई भी मनुष्य अगर डूबने जा रहा है या कोई मनुष्य के जीवन में मुश्किल परिस्थितियां आती है तो उसे सहायता करने की जगह उसे डुबाने की कोशिश करते हैं। എന്നാൽ നമ്മുടെ കർത്താവ് ആമേൻ ആമേൻ അപ്രകാരമുള്ള ഒരു ആമേൻ ദൈവമല്ല. ആമേൻ നമ്മളെ എല്ലാ നിമിഷങ്ങളിലും ആമേൻ നമ്മളെ താങ്ങി, നമ്മളെ പരിപാലിക്കുവാൻ, നമ്മളെ ആമേൻ ആ കുഴിഞ്ഞ ചേറ്റിൽ നിന്ന് ആമേൻ കയറ്റിയെടുക്കുവാൻ ശക്തനായ ദൈവമാണ്. ആ ദൈവത്തെയാണ് നാം ആമേൻ കണ്ടറിയേണ്ടത്, രുചിച്ചറിയേണ്ടത്. लेकिन हमारा परमेश्वर वैसा नहीं है। हमारी हर एक परिस्थितियों में से, हमारे डूबने वाली परिस्थितियों में से, उस गड्ढे में से हमें निकाल कर अच्छे से हमारी देखभाल करने वाला, हमारे संभालने वाला परमेश्वर है। ആമേൻ. എന്നാൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഇത്രയും അനുഭവങ്ങള് ഇത്രമാത്രം ആ യേശു കർത്താവിനെ അറിഞ്ഞിട്ടും പത്രോസിന്റെ ജീവിതത്തിൽ പല നിമിഷങ്ങളില് ആമേൻ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. हम देख सकते हैं कि पतरस के जीवन में, जिसने यीशु मसीह को अपने जीवन में गहराई में अनुभव किया था, लेकिन फिर भी उसके जीवन को जब हम देखते हैं तो किस प्रकार एक पराजय का अनुभव भी उसके जीवन में आता है। ഹല്ലേലൂയ. യേശു കർത്താവിനെ ആമേൻ ആ ക്രൂശ
ക്രൂശിൽ ആമേൻ യേശു കർത്താവിന്റെ മരണത്തിന് ശേഷം ആമേൻ യോഹന്നാന്റെ ആമേൻ സുവിശേഷം അതിന്റെ ആമേൻ അവസാനത്തെ 40 അതിന്റെ അവസാനത്തെ അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത് ആമേൻ പത്രോസ് ആമേൻ എല്ലാം വിട്ട് വന്ന പത്രോസ് ആമേൻ 21-ാമത്തെ അധ്യായത്തിൽ കാണുന്നത് എല്ലാം വിട്ടു വന്ന പത്രോസ് വീണ്ടും തന്റെ പഴയ ആമേൻ ആ ജോലിയിലേക്ക് കടന്നുപോയ അവസ്ഥകളാണ്. हम यूहन्ना की किताब के आखिरी अध्यायों में जब हम पढ़ते हैं तो हम देख सकते हैं कि जो पतरस जिसने यीशु के लिए सब कुछ छोड़ा था, जब यीशु मसीह के क्रूस के उस मृत्यु के बाद अपना पुराने काम की ओर वो चला जाता है. Praise the Lord, hallelujah, amen, praise the Lord. ദൈവവചനത്തിൽ കാണുന്നത് ആമേൻ ഹല്ലേലൂയ യേശു കർത്താവ് ആമേൻ ആ കരയിൽ വന്ന് ആമേൻ അവരോട് ആമേൻ സംഭാഷിക്കുന്നത് ആമേൻ അവസരങ്ങളിൽ നമ്മൾ ആയ അധ്യായങ്ങൾ കാണുവാൻ സാധിക്കും. वहां पे हम देख सकते हैं कि यीशु मसीह किस प्रकार उस झील के किनारे में आकर अपने चेलों से बात करता है. ആമേൻ പ്രൈസ് ദി ലോർഡ്. അവർക്ക് വേണ്ടി ആമേൻ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കി വെച്ചൊരു ആമേൻ അവസ്ഥകള് ആമേൻ 9-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത്. यूहन्ना की किताब उसकी 21 के 9 वचन से जब हम पढ़ते हैं तो वहां पे हम देख सकते हैं कि यीशु मसीह अपने शिष्यों के लिए किस प्रकार सुबह का खाना बना के रखता है. ഹല്ലേലൂയ. എന്നാൽ അതിന്റെ അവസാനത്തെ അധ്യായങ്ങൾ അതിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആമേൻ യേശു കർത്താവ് ആമേൻ അവസാനമായി പത്രോസിനോട് ചോദിക്കുന്ന ആമേൻ ചോദ്യങ്ങളിൽ ഒന്നാണ് ആമേൻ ശിമോൻ പുത്രനായ പത്രോസേ, നീ എന്നെ ഇതിൽ അധികമായി സ്നേഹിക്കുന്നു. उन वचनों के आखिर में जब हम 15 से पढ़ते हैं तो उस भोजन के बाद यीशु मसीह शामोन पतरस से इस प्रकार पूछता है, हे शामोन यूहन्ना के पुत्र, क्या तू इनसे बढ़कर मुझसे प्रेम रखता है? ആമേൻ 3 പ്രാവശ്യമാണ് യേശു കർത്താവ് ഈ ഒരു ചോദ്യം ആമേൻ റിപ്പീറ്റഡ് ആയിട്ട് പത്രോസിനോട് ചോദിക്കുന്ന അവസ്ഥകൾ. यहाँ पे हम देख सकते हैं यीशु मसीह 3 बार इसी सवाल को बार बार पतरस से पूछता है. ആമേൻ യോഹന്നാന്റെ പുത്രനായ പത്രോസേ, ഇതിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. यूहन्ना के पुत्र, क्या तू इनसे बढ़कर मुझसे प्रेम रखता है? ആമേൻ പത്രോസിന് അവസാനം പറയുവാൻ ഒന്നുമില്ല. പത്രോസ് പറയുന്നത്, കർത്താവേ നീ എല്ലാം അറിയുന്നു. पतरस को बोलने के लिए कुछ भी नहीं है, लेकिन फिर भी वो बोलता है कि हे प्रभु यीशु, तू सब जानता है. Praise the Lord, hallelujah, ആമേൻ ആമേൻ. ഈ പത്രോസിനോട് ആമേൻ ദൈവമായ കർത്താവ് പറയുന്നത്, എന്റെ ആടുകളെ ആമേൻ പ്രൈസ് ദി ലോർഡ് പരിപാലിക്കാൻ ആമേൻ അവരെ ആമേൻ നോക്കുവാൻ അവർക്ക് ആവശ്യമായത് കൊടുക്കുവാനായാണ് നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നത്. यहाँ पर यीशु मसीह उसको इस प्रकार कहता है कि मैंने तुझे इसलिए बुलाया ताकि तू मेरे भेड़ों की रखवाली करे, उनको चराए, उनका अच्छे से देखभाल करने पाए. ദൈവമായ കർത്താവിനെ അനുഭവിച്ചറിഞ്ഞ പത്രോസ്, കണ്ടറിഞ്ഞ പത്രോസ് ആമേൻ തന്റെ ജീവിതത്തിലെ അവസാന നിമിഷങ്ങളിൽ ആമേൻ യേശു കർത്താവിന് വേണ്ടി ഒരു ആമേൻ വലിയ ജീവിക്കുന്ന ഒരു ആമേൻ സാക്ഷിയായി ആമേൻ തന്റെ ജീവിതത്തെ ആമേൻ കൊടുക്കുവാനായി സാധിച്ചു. हम देख सकते हैं कि पतरस के आखिरी पलों में किस प्रकार उसने यीशु मसीह की बातों को सुनकर अपने जीवन को परमेश्वर के हाथों में समर्पित किया और किस प्रकार एक बहुत बड़ा गवाही बना. ഇനി പ്രഭാത സമയത്ത് നാം ആമേൻ കേൾക്കുന്നത് ആമേൻ കേട്ടറിഞ്ഞ് ആമേൻ ആ ദൈവത്തെ പറ്റി കേട്ടറിഞ്ഞ ഒരു വ്യക്തിയുടെ ജീവിതം ദൈവത്തെ അനുഭവിച്ചറിഞ്ഞപ്പോൾ, ദൈവത്തെ തന്റെ കണ്ണാൽ കണ്ടപ്പോൾ ആമേൻ വന്ന മാറ്റങ്ങൾ ആമേൻ ഒന്നാണ് പത്രോസിന്റെ ജീവിതത്തിലെ ആമേൻ ഈ ഒരു ആമേൻ മുഴുവൻ അനുഭവങ്ങള്. हम देख सकते हैं कि जिस पतरस ने जो सिर्फ यीशु के बारे में सुना था, उसने यीशु को अपने जीवन में अनुभव किया, अपनी आंखों से देखा और किस प्रकार उसका जीवन बदला. ആമേൻ. ഇനി പ്രഭാത സമയത്ത് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കാം. आज सुबह का समय हम भी अपने जीवनों को परमेश्वर के हाथों में समर्पित നമ്മുടെ करें. ജീവിതം എപ്രകാരമാണ്? നാം ദൈവത്തെ അറിയേണ്ടിയ പോലെ അറിയുവാൻ ഇന്നും സാധ്യമായിട്ടുണ്ടോ?
हमारा जीवन किस प्रकार का है? क्या हम जिस प्रकार परमेश्वर को जानना चाहिए उसी प्रकार हम जान पा रहे हैं क्या? യോബിന്റെ ജീവിതത്തിൽ നാം കാണുന്നത് ദൈവത്തെ ഈ ദൈവത്തെ പറ്റി ഞാൻ അറിവേ ഉള്ളായിരുന്നുള്ളൂ, എന്നാൽ ഞാൻ ഇപ്പോൾ അവനെ എന്റെ കണ്ണാൽ ഞാൻ കാണുന്നു. अय्यूब के जीवन में हम देख सकते हैं, वो बोलता है कि मैंने सिर्फ परमेश्वर के बारे में सुना था, लेकिन अब मेरी आंखें उसे देखती हैं। ആമേൻ. പ്രിയമുള്ളവരെ, ആ ദൈവത്തെ ഒന്ന് കാണുവാൻ, ആ ദൈവത്തെ ആമേൻ ഒന്ന് അനുഭവിച്ചറിയുവാൻ നമ്മുടെ ജീവിതത്തിൽ ആമേൻ ദൈവമായ കർത്താവ് ഓരോ നിമിഷങ്ങളും സാധ്യമാക്കട്ടെ. परमेश्वर के लोगों, हमारे जीवन में भी परमेश्वर को देखकर अनुभव करने के लिए परमेश्वर हमें सहायता करे। ആമേൻ. ആ ദൈവത്തെ കണ്ടറിയുവാൻ, ആമേൻ ദൈവത്തെ ഒന്ന് അനുഭവിച്ചറിയുവാൻ സാധ്യമായാൽ നാം ആമേൻ പ്രൈസ് ദി ലോർഡ് നമ്മുടെ ജീവിതത്തിൽ കൂടെ പല അത്ഭുതങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കൂടെ ദൈവം ചെയ്യുവാൻ സാധിക്കും. जब हमारे जीवन में भी हम परमेश्वर को देखकर हमारे जीवन में प्रभु को जब हम अनुभव करेंगे तो हमारे जीवन से भी परमेश्वर अद्भुत कार्यों को करवा सकता है। പത്രോസിന്റെ ജീവിതത്തിൽ നാം കാണുന്നത് ആമേൻ ശൂന്യമായ പടകിലല്ലായിരുന്നു ആമേൻ താൻ എല്ലാം വിട്ടെറിഞ്ഞ് ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തെ പിൻപറ്റുവാനും തീരുമാനിച്ചത്. എന്നാൽ ഒരു നിറഞ്ഞ പടകിന്റെ അനുഭവത്തിലും ആമേൻ പത്രോസ് എല്ലാം വിട്ടുകളഞ്ഞ് ദൈവത്തിനെ പിൻപറ്റുവാനായി ആമേൻ താൻ തീരുമാനിച്ചത്. पतरस के जीवन में जब हम देखते हैं, जब उसका नाव शून्य हो गया, लेकिन जब परमेश्वर ने उसके नाव को भर दिया, वो सब छोड़कर भी यीशु मसीह की बातों को सुनकर वो परमेश्वर के पीछे हो लिया। സാധാരണ മനുഷ്യരുടെ ഒരു പ്രവൃത്തിയാണ് ഒന്നും ഇല്ലായ്മയിലെ അവസ്ഥകളിലാണ് ദൈവത്തെ അധികമായി വിളിക്കുന്ന ഒരവസ്ഥ. ज्यादातर हम देख सकते हैं कि जब मनुष्य के जीवन में जब कुछ भी नहीं होता, जब मुश्किलें होती हैं, तभी वो परमेश्वर के निकट आते हैं। ആമേൻ. അന്നേരമാണ് വലിയ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു നിമിഷം. वो समय में मनुष्य जो है बहुत सारे निर्णयों को लेते हैं। ഒന്നും ഇല്ലായ്മയിലാണ് ദൈവത്തോട് വലിയ വലിയ തീരുമാനങ്ങൾ ചെയ്യുന്നത്. ദൈവമേ, എനിക്ക് ഇത് കിട്ടിയാൽ ഞാൻ എങ്ങനെ ചെയ്തോളാം, അങ്ങനെ ചെയ്തോളാം. हम परमेश्वर से इस प्रकार बोलते हैं कि जब हमारे जीवन में कुछ भी नहीं होता और जब कुछ मिलेगा तो हम परमेश्वर के लिए ऐसा करेंगे, वैसा करेंगे, हम कई बार बोलते हैं। എന്നാൽ നിറഞ്ഞ അവസ്ഥകളിൽ നാം ദൈവത്തിനെ ഓർക്കാറുണ്ടോ? ആ ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ ആമീൻ ആ നിറവ് നാം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ തയ്യാറാകാറുണ്ടോ? लेकिन क्या जब हमारा जीवन आशीषों से भर जाता है तो क्या हम अपने जीवन को परमेश्वर के हाथों में देते हैं क्या? ഹല്ലേലൂയ. ഇവിടെ ആമേൻ പത്രോസിനെ നാം കാണുന്നത് ആമേൻ പടക് നിറഞ്ഞ ഒരു അവസരങ്ങളിലും ആമേൻ എല്ലാം വിട്ടെറിഞ്ഞ് ആമേൻ തന്റെ ആമേൻ പടകും തന്റെ വലയും തന്റെ എല്ലാം ആമേൻ കളഞ്ഞിട്ട് ആ യേശുവിനെ പിൻപറ്റുവാൻ തീരുമാനമെടുക്കുന്ന ഒരു പത്രോസിനെ നാം ഇവിടെ കാണുന്നത്. यहाँ पे हम पतरस के जीवन में देख सकते हैं कि जब उसका नाव मछलियों से भर गया, फिर भी उसने वो वहां पे छोड़कर अपने जाल को फेंक कर यीशु मसीह के पीछे हो लिया। ഹല്ലേലൂയ. ഇന്ന് ഈ പ്രഭാത സമയത്ത് ആമേൻ നമ്മുടെ ജീവിതം ആ യേശുവിനെ കണ്ടുമുട്ടുന്ന ആ നിമിഷം മുതൽ ആമേൻ എല്ലാം വിട്ട് എല്ലാത്തിനെയും ത്യജിച്ച് ആമേൻ ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ ജീവിക്കുവാൻ നമുക്ക് തയ്യാറാകാം. അതിൽ കിട്ടുന്ന പ്രതിഫലം ആമേൻ ഇരട്ടിയാണെന്ന് ആമേൻ യോബിന്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. अय्यूब की पुस्तक में हम जब देखते हैं तो इस प्रकार है कि जब हम हमारे जीवन को सब कुछ छोड़कर, सारे आशीषों को छोड़कर हम जब यीशु मसीह के लिए निकलते हैं तो किस प्रकार अय्यूब के जीवन में जैसा परमेश्वर ने किया वैसे ही हमारे जीवन में भी दुगनी आशीषों से परमेश्वर भरता है। ഹല്ലേലൂയ. ആമേൻ. യോബിന്റെ ജീവിതത്തിൽ തന്റെ എല്ലാ വസ്തുവകളും ആമേൻ സമ്പത്തും കുഞ്ഞുങ്ങളും എല്ലാം നഷ്ടപ്പെട്ട യോബ് ആമേൻ പിന്നത്തേതിൽ ആമേൻ ആ 42-ാമത്തെ അധ്യായങ്ങളിൽ നമ്മൾ അവസാന നിമിഷങ്ങൾ വായിക്കുന്നത് പിന്നത്തേതിൽ ദൈവമായ കർത്താവ് അവന് ഇരട്ടിയായി പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിച്ചു. अय्यूब के जीवन में हम देख सकते हैं कि जहां पर उसका परिवार, उसके बच्चे, उसकी संपत्ति सब कुछ नष्ट होने के बावजूद भी जब वो परमेश्वर के लिए जिया तो किस प्रकार परमेश्वर ने उसे हर जो भी उसने नुकसान हो उन सब का दुगना भाग दिया। ഇന്ന് പ്രഭാത സമയം നാം ദൈവത്തെ കുറിച്ച് കേൾക്കുന്ന
കേൾക്കുന്നവരായി മാത്രം തീരാതെ ആ ദൈവത്തെ അനുഭവിക്കുവാൻ, ആമേൻ, ആ ദൈവത്തെ കണ്ടെത്തുവാൻ നമുക്ക് സാധ്യമാകട്ടെ. आज सुबह का समय हम सिर्फ परमेश्वर के बारे में सुनकर नहीं, बल्कि उसे अपने जीवन में अनुभव करके, उसे अपनी आंखों से देखकर गहराई में परमेश्वर को अनुभव करने के लिए प्रभु हमें सहायता करे। നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ആ ദൈവത്തെ എനിക്കൊന്ന് അനുഭവിച്ചു വ്യക്തിപരമായി, ആമീൻ, എനിക്ക് ഒരു അനുഭവം, ആമീൻ, വ്യക്തിപരമായ ആവശ്യമാണ് എന്നുള്ള ഒരു തീരുമാനത്തിൽ നാം ഇന്ന് ഈ പകൽ നേരത്ത് കടന്നു പോകാം. हम सबका जिम्मेदारी है कि हम चाहें कि परमेश्वर को अपने जीवन में व्यक्तिगत रीति से अनुभव करें, ऐसा एक निर्णय हम में से हर एक लेने पाए। കേൾക്കുന്നതില്, ആമീൻ, ഒരു വ്യത്യാസമുണ്ട്, അനുഭവിച്ചറിയുന്നതിൽ ഒരു വ്യത്യാസമുണ്ട്. ദൈവം, ആമീൻ, വചനത്തിൽ കൂടെ നാം കണ്ടത് പത്രോസിന്റെ ജീവിതത്തിൽ ദൈവത്തെ കണ്ട നിമിഷം മുതൽ എല്ലാം വിട്ടെറിഞ്ഞ് ദൈവത്തിന്റെ പിന്നാലെ പോകുവാനായി അവൻ തീരുമാനിച്ചു. परमेश्वर के बारे में सुनने में और परमेश्वर के बारे में अपनी आंखों के सामने देखकर उसे अनुभव करने में जो बदलाहट हमने पतरस के जीवन में देखा कि किस प्रकार सब कुछ छोड़कर वो यीशु मसीह के पीछे हो गया। ഹല്ലേലൂയ. ഇനി പകൽ നേരത്ത് ഈ വചനത്താൽ, ആമേൻ, ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. സമയം തന്ന, ആമേൻ, എല്ലാ പ്രിയമുള്ളവർക്കും നന്ദി പറയുന്നു. ഈ വചനത്താൽ ദൈവം നമ്മളെല്ലാരെയും ആമേൻ അനുഗ്രഹിച്ച് സഹായിക്കട്ടെ. आज सुबह का समय इस वचन के द्वारा परमेश्वर हम सबको आशीष करे। वचन बोलने के लिए मौका देने वाले सबको परमेश्वर के नाम में मैं धन्यवाद करता हूँ। ആമേൻ, ആമേൻ.